അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും CJ റോയിയുടെ മരണത്തിലെ ദുരൂഹത മാറണം. അതിലേക്കാണിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടി നമുക്ക് പങ്കുവയ്ക്കാം. നിക്ഷേപകർ കൂട്ടത്തോടെ പിൻവലിച്ചത് CJ റോയ്ക്ക് കടുത്ത മാനസിക സംഘർഷമുണ്ടാക്കിയെന്നാണ് പുറത്തുവരുന്ന പുതിയ ചില വിവരങ്ങൾ. സിനിമാ മേഖലയിൽ നിന്നുള്ളവരടക്കം റോയിയുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൽ നിക്ഷേപം നടത്തിയിരുന്നു. പക്ഷേ സമീപ നാളുകളായി നടന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം സ്ഥാപനത്തെ പ്രതിസന്ധിയിലാക്കുന്നു എന്ന തോന്നൽ ഈ നിക്ഷേപകരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതോടെ നിക്ഷേപകരിൽ പലരും പിൻവലിഞ്ഞു. കേരളത്തിലെ പ്രവർത്തനങ്ങളെ അടക്കം ഇത് ബാധിക്കുന്ന സ്ഥിതി ഉണ്ടാക്കിയെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ കൂടി നോക്കാം. ഡാനി തുടരുന്നുണ്ട്. ഡാനി, ഇതിലേക്ക് വരുമ്പോൾ CJ റോയ് നമുക്കറിയാം, മലയാള സിനിമയിൽ അദ്ദേഹം നിക്ഷേപിച്ചിരുന്നു. തിരിച്ചും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ ബിൽഡേഴ്സ് ഗ്രൂപ്പുകളിൽ നിക്ഷേപിക്കാൻ സിനിമാ മേഖലയിൽ നിന്നുള്ളവരടക്കം മുന്നോട്ട് വന്നിരിക്കാം. അവരുടെ നിക്ഷേപങ്ങൾ പിൻവലിക്കപ്പെടുന്നു എന്നൊരു പ്രശ്നം അദ്ദേഹം നേരിട്ടിരുന്നു. അങ്ങനെ എന്തെങ്കിലും സൂചനകൾ വരുന്നുണ്ടോ? സജിത്ത്, മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ നിക്ഷേപങ്ങൾ CJ റോയ് നടത്തിയിരുന്നു. കാരണം വലിയ മുതൽ മുടക്കുള്ള പടങ്ങളാണ് അദ്ദേഹം ചെയ്തിരുന്നത്. വലിയ ബാനറുകളിലുള്ള സിനിമകളുടെ ഒരു നിർമ്മാതാവോ നിർമ്മാണ പങ്കാളിയോ എല്ലാം തന്നെയായിരുന്നു CJ റോയ് വന്നിരുന്നത്. ആ രീതിയിലൊരു വിശ്വാസം അദ്ദേഹത്തിന് സിനിമാ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പം തന്നെ ഇത്തരം നിർമ്മാണ പദ്ധതികളിലൂടെ എല്ലാം തന്നെ കഴിഞ്ഞിരുന്നു. പല ടെലിവിഷൻ ഷോയുടെയും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്പോൺസർ എന്ന രീതിയിലേക്ക് വന്നു. വലിയ മെഗാ ടെലിവിഷൻ ഷോകളുടെ അടക്കമുള്ളൊരു പ്രധാനപ്പെട്ട സ്പോൺസർ, അങ്ങനെ സുപരിചിതമായ ഒരു ബ്രാൻഡായി അദ്ദേഹം മാറുകയും ചെയ്യുന്നു. സ്വയം ഒരു ബ്രാൻഡായെല്ലാം മാറുമ്പോൾ അദ്ദേഹത്തിലേക്ക് വിശ്വാസം ആർജിക്കുകയും നിക്ഷേപകർ വരികയും ചെയ്യുന്ന ഒരു സ്വാഭാവികമായ ഒരു വഴിവെട്ടൽ അവിടെ എല്ലാം തന്നെ നടന്നിരുന്നു. അപ്പോൾ അതിലേക്ക് നിരവധിയായ ആളുകളുടെ നിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അങ്ങനെ ഒരു വിലയിരുത്തൽ അന്വേഷണ സംഘത്തിനുണ്ട്. പക്ഷേ ഈ ആദായ നികുതി വകുപ്പിൻ്റെ അടക്കം അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ അവരുടെ ഇത്തരം ഈ വ്യവസായങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന അന്വേഷണ ഏജൻസികളുടെ റഡാറിലേക്ക് പതുക്കെ കോൺഫിഡൻറ്റ് കടന്നു ചെല്ലുമ്പോൾ ഒരു ആശങ്ക അവരിൽ നിക്ഷേപകരിലുണ്ടായിരുന്നു എന്നതെല്ലാം തന്നെ പരിശോധിക്കപ്പെടുകയാണ് ഇപ്പോൾ. ആ രീതിയിലുള്ള പരിശോധനകൾ വരുമ്പോൾ പലപ്പോഴും തങ്ങൾ കൈമാറിയിട്ടുള്ള പണത്തിന് ഒരു കണക്ക് പറയേണ്ടി വരുന്നൊരു ഘട്ടം അവിടെ ഉണ്ടാകുമെങ്കിൽ അത് തങ്ങൾക്ക് സ്വയം കുരുക്കായി മാറുമോ എന്നൊരു ആശങ്ക അവരിലെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. കാരണം ആദായ നികുതി വകുപ്പിൻ്റെ അടക്കമുള്ളൊരു അന്വേഷണങ്ങൾ കഴിഞ്ഞ് കുറച്ച് നാളുകളായി ഇവർക്ക് മുകളിലുണ്ട്. അപ്പോൾ ഈ പണം പിൻവലിക്കാനുള്ള ഒരു സമ്മർദ്ദം അവർ റോയ്ക്ക് നൽകിയിട്ടുണ്ട് എന്ന സൂചനകൾ വരുന്നു. അങ്ങനെ ഒരു നിഗമനം അന്വേഷണ ഏജൻസികൾക്കുണ്ട്. ചിലരെങ്കിലും എല്ലാം തന്നെ കാരണം ഒരു ചെറിയ തുകകളോ കാര്യങ്ങളോ ഒന്നുമല്ല, വൻ തുകകൾ തന്നെയാണത്. ഏത് രീതിയിൽ അവർ കൈമാറി എന്നതെല്ലാം തന്നെ അന്വേഷിക്കപ്പെടും എന്നതെല്ലാം തന്നെ പോകുന്നത്. തങ്ങൾ കൂടി ഈ അന്വേഷണത്തിൻ്റെ നിഴലിലേക്കെല്ലാം തന്നെ വരുന്നു എന്നൊരു സംശയം അവരിലെല്ലാം തന്നെ ജനിപ്പിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തൽ അന്വേഷണ സംഘത്തിനുണ്ട്. അങ്ങനെ ചിലരെങ്കിലും ഇത് സമീപിക്കുകയും പണം പിൻവലിക്കാനുള്ള സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിട്ടുണ്ടോ എന്ന് പറയുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകളിലടക്കം ചില സൂചനകൾ നിക്ഷേപ സംബന്ധിയായ കാര്യങ്ങളിലുണ്ട്. ചിലയിടങ്ങളിൽ ചില വീഴ്ചകൾ സംഭവിച്ചു എന്ന ചില വരികൾ ഉണ്ട് എന്നുള്ള സൂചനകൾ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു സമ്മർദ്ദമായി മാറിയിട്ടുണ്ടോ? ഈ ഇൻ്റർനെറ്റ് കോളുകൾ സംബന്ധിച്ച് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് ഇവരിലേക്കെല്ലാമാണോ നീങ്ങുന്നത് എന്നൊരു സംശയം പൊതുവിൽ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും അങ്ങനെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഒരു ഭാഗത്ത് മുന്നോട്ട് പോവുകയാണ്. സിനിമാ മേഖലയും അതിന് പുറത്തുള്ളവരുമുണ്ടോ, മറ്റാരെങ്കിലുമൊക്കെ നിക്ഷേപകരായി വന്നിട്ടുണ്ടോ, ആ നിക്ഷേപകരുടെ പേരുകൾ പുറത്ത് വരേണ്ടതുണ്ട് എന്ന രീതിയിലെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചില പ്രചരണങ്ങളെല്ലാം തന്നെ നടത്തുന്നുണ്ട്. ഈ സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് അവരുടെ ഗ്രൂപ്പ് MD തന്നെ ഇന്ന് പിന്നീട് മാധ്യമങ്ങളിലേക്കെല്ലാം തന്നെ വരികയും ചെയ്തിട്ടുണ്ട്. കാരണം ഇത്തരം ഒരു പ്രചാരണങ്ങളിലേക്ക് അടിപ്പെടരുത് ആരും എന്നതെല്ലാം തന്നെ വന്ന് പ്രതിരോധങ്ങൾ തീർക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം കൂടിയാണിത്. ഏതായാലും അത് സംബന്ധിയായ കാര്യങ്ങളിലും അന്വേഷണം തുടരുന്നുണ്ട്. വൈകാതെ ഒരു വ്യക്തതയിലേക്കെല്ലാം നിക്ഷേപകർ ഈ അവസാന നിമിഷങ്ങളിൽ വന്നിരുന്ന ഇൻ്റർനെറ്റ് ഫോൺ കോളുകൾ ആരുടെയെല്ലാമാണ്, ആരെല്ലാമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇതെല്ലാം തന്നെയായിരിക്കും CJ റോയിയുടെ മരണം, ആത്മഹത്യ, അത് സംബന്ധിയായ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയിലേക്ക് കൊണ്ടുവരുന്നതിന് അവരെ എല്ലാം തന്നെ ഈ കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാകും സഹായകരമാകുക. സജിത്ത്, യെസ്, എന്തായാലും അതാണ് സാഹചര്യം. ഡാനി സൂചിപ്പിച്ചതുപോലെ അന്വേഷണം നടക്കേണ്ടതുണ്ട്, അതിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും സിനിമാ മേഖലയിൽ നടക്കുമ്പോൾ നിക്ഷേപങ്ങൾ പിൻവലിക്കപ്പെട്ടത് ഒരു പക്ഷേ ആ തരത്തിൽ കമ്പനിയുടെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നോ എന്ന സൂചനയൊക്കെ അദ്ദേഹത്തിന് ഇടവച്ചോ, ഇതെന്തായാലും തെളിയിക്കപ്പെടേണ്ടതാണ്. ചില സൂചനകൾ പുറത്തു വരുന്നു എന്ന് മാത്രം. SITയുടെ അന്വേഷണ നീക്കങ്ങളിലൊക്കെ കടന്നു വരുന്ന കാര്യങ്ങളാണ്. എന്തായാലും SITയുടെ അന്വേഷണ വഴികൾ ഇങ്ങനെയാണ്. നമുക്ക് മൂന്നായി തിരിക്കാം. ഒന്ന്, നിലവിൽ ആദ്യമുണ്ടായ ആക്ഷേപം പോലെ
ഈ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം, ഈ അന്വേഷണ ഏജൻസികളുടെ സമ്മർദ്ദം ഏതെങ്കിലും തരത്തിൽ CJ റോയിയെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചോ, അതിന് കാരണമായിട്ടുണ്ടോ? നമ്പർ 1 അന്വേഷിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംബന്ധിയായ സാമ്പത്തിക ഇടപാടുകളോ സമ്മർദ്ദങ്ങളോ സാഹചര്യങ്ങളോ ഈ മരണത്തിന് ഇടവച്ചിട്ടുണ്ടോ? ആത്മഹത്യക്ക് അദ്ദേഹം ജീവൻ വേണ്ട എന്ന് വെക്കാനുള്ള കാരണമായി അത് മാറിയിട്ടുണ്ടോ? മൂന്നാമത്തെ കാരണം, അദ്ദേഹത്തിൻ്റെ കുടുംബപരമായ എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഇതിന് ഇടവച്ചിട്ടുണ്ടോ? ഈ 3 ഫോക്കസിലേക്കാണ് അന്വേഷണം പോകുന്നത്. ആ വഴികളാണിപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത്. എന്തായാലും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരായ തെളിവുകളൊന്നും ആദ്യഘട്ടത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അന്വേഷണ സംഘത്തിന്. പക്ഷേ അന്വേഷണം തുടരുന്നു. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. നമുക്ക് അറിയാം അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.